ജോർജ് ഇളമത അച്ഛന്റെ പുത്തൻ കുർബാനയിൽ അഭിവന്ദ്യ തോമസ് മാർ കൂറിലോസ് പിതാവ് നടത്തിയ പ്രസംഗത്തിൽ നിന്ന്. കുടുംബാംഗങ്ങളെ, വത്സല മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ 2024 സമാപനം നമുക്ക് വളരെയേറെ അനുഗ്രഹപൂരിതമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി ആഗോള സഭ പ്രത്യേകമായിട്ട് വളരെയേറെ ആദരവോടുകൂടി സ്വീകരിച്ച പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ പ്രത്യേകിച്ചും പുറം രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ക്രമീകരിച്ചുകൊണ്ടിരുന്ന ആദരണീയനായ ജോർജ് കൂവക്കാടച്ഛനെ കർദിനാളായി ഉയർത്തുകയും പിന്നീട് അതിനുശേഷം കഴിഞ്ഞ ദിവസം അത്യഭിമന്യ കർദിനാൾ തിരുമേനി ഇവിടെ വന്ന് അച്ഛൻ്റെ വല്യമ്മാച്ചൻ പ്രിയപ്പെട്ട പുലുക്കൊഴുപ്പിലച്ഛനും നമ്മൾ വിളിക്കുന്ന മണലേൽ തോമസ് അച്ഛൻ്റെ കബറിടത്തിൽ ധൂപാർപ്പണം നടത്തി വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചു. മക്കൾ അവിടെ നിന്ന് ഇരിക്കാവോ? അതവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ? അവിടെ വെച്ച് അങ്ങനെ പോയാൽ മതി. താങ്ക് യു മോനെ. ഇന്ന് നമുക്ക് വീണ്ടും വലിയൊരു സന്തോഷം കൂടി ദൈവം തരികയാണ്. നമ്മുടെ വത്സലപുത്രൻ, സ്നേഹം നിറഞ്ഞ ജോർജ് അച്ഛൻ തൻ്റെ പ്രഥമ ദിവ്യബലി ഇവിടെ അർപ്പിക്കുകയാണ്. എനിക്കൊരുപാട് വികാര നിർഭരമായ ഒരു സമയമാണിത്. പ്രത്യേകിച്ചും എൻ്റെ ഗുരുഭൂതനായിരുന്ന എൽ ജോർജ് അച്ഛൻ്റെ കൊച്ചുമകൻ ഈ ഇടവക ദൈവാലയത്തിലെ വിശുദ്ധ ബലി അർപ്പിക്കുന്നു എന്നുള്ള ആ വലിയ സന്തോഷം. ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച വലിയ ഗുരുഭൂതനായിരുന്നു. ജോർജ് അച്ഛൻ്റെ പ്രത്യേകതകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ വാത്സല്യം കൊണ്ട് എന്നെ വളരെയേറെ വീർപ്പുമുട്ടിച്ച ഒരു വൈദിക സഹോദരനായിരുന്നു. എൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ എപ്പോഴൊക്കെ ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ ഈ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കുകയോ അങ്ങനെ ഉണ്ടായാൽ നിർബന്ധമായും ഈ ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിച്ച് അച്ഛൻ എൻ്റെ കരങ്ങൾ മുത്തിപ്പോകുന്നത് ഞാൻ ഓർക്കുകയാണ്. സ്വർഗത്തിലിരുന്ന് പ്രിയപ്പെട്ട ഈ ഗുരുഭൂതൻ എന്നെയും കൊച്ചുമകനെയും അനുഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് വലിയ സന്തോഷത്തോടു കൂടി ഓർക്കുവാൻ സാധിക്കും. പിന്നീടുള്ള വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇളമതയിൽ കുടുംബമാണ്. നമ്മുടെ ഈ പ്രദേശത്ത് വളരെയേറെ അനുഗ്രഹങ്ങളും നന്മകളും സാമൂഹ്യമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായിട്ടുമൊക്കെ സാമ്പത്തികമായുമൊക്കെ വളരെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട മകൻ, അത് ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ്റെയും സ്മൂനിയുടെയും വത്സല മകൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ തൊട്ടനിയനായിട്ട് സെബാസ്റ്റ്യൻ പഠിച്ചു എന്നത് ഞാൻ ഓർക്കുന്നു. സെബാസ്റ്റ്യൻ്റെ സഭാസ്നേഹം, അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ആ സമയത്ത് ചെറുപ്പമായിരുന്ന അവസരത്തിൽ വലിയ ആവേശമായിരുന്നു. ഒരുപക്ഷെ ആവേശം മൂത്ത് ചില സമയങ്ങളിൽ നമ്മളെയൊക്കെ ചിലപ്പോഴൊക്കെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ മകൻ്റെ ആ വലിയ സ്നേഹം, സഭയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ആ പ്രിയ മകൻ്റെ പ്രവർത്തനങ്ങൾ എന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. സ്മൂനി എൻ്റെ പ്രിയ മകളെ പോലെയാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ഈ അനുഗ്രഹം ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ഒരു വൈദികനായിട്ട് നമുക്ക് നൽകപ്പെടുമ്പോൾ നമുക്ക് എത്ര വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ട സിറിലെ അച്ഛൻ്റെ സഹോദരൻ നമ്മുടെ മെഡിക്കൽ കോളേജിൽ പഠിച്ച് പക്ഷേ ഈ കുടുംബത്തിലെ ആദ്യത്തെ ഒരു ഡോക്ടർ ആയിത്തീരാൻ ഇടയാവും. പ്രിയപ്പെട്ട സെബാസ്റ്റ്യന് ഒരു വലിയ നിർബന്ധമുണ്ടായിരുന്നു.
മലങ്കര കത്തോലിക്ക സഭയുടെ പൈതൃകവും അതിൻ്റെ ആർജവവും എല്ലാ സമയത്തും ഉയർത്തിപ്പിടിക്കണം എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ വത്സല മകനെയും കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു, ഇനിയും അനുഗ്രഹിക്കും. ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ചൻ വായിച്ച വേദപുസ്തക ഭാഗം വളരെ ശ്ലാഘനീയമാണ്. പൊന്നുതമ്പുരാൻ താൻ വളർന്നു വന്ന സ്ഥലമായ നസ്രത്തിൽ ചെന്ന് അവിടുത്തെ സിനഗോഗിൽ പ്രവേശിച്ച് വിശുദ്ധ വചനം വായിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നൽകപ്പെടുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ കുഞ്ഞ്, നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റി എന്ന് നമ്മൾ വിളിക്കുന്ന ജോർജച്ചൻ നമ്മുടെ ഇടയിൽ വളർന്നു വന്ന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹഭാജനമായി നമ്മളുടെ പ്രിയ മകനായിട്ട് വളർന്നു വന്നു. ഇപ്പോൾ ഈ മകനെ കർത്താവ് വളരെയേറെ അനുഗ്രഹങ്ങൾ നിറച്ചുകൊണ്ട് തൻ്റെ പ്രതിനിധിയായി ഈ ലോകത്തിൽ ആയിരിക്കുവാൻ പ്രത്യേകം ക്ഷണിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുകയുമാണ്. നമ്മുടെ ഈ ഇടവക വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കർമ്മല സഭയിലെ CMIയിലെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ശുശ്രൂഷകൾ ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. 90 വർഷമായി നമ്മളുടെ ഈ ഇടവക ദേവാലയവും ഈ കൂട്ടായ്മയും അതിൻ്റെ യഥാർത്ഥമായ രൂപഭംഗിയിലേക്കൊക്കെ കടന്നു വന്നിട്ട് ഈ 90ാമത്തെ വർഷത്തിലെ നവതിയുടെ വർഷത്തിൽ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹം, ഈ ജൂബിലി വർഷത്തിൽ നമുക്കറിയാം 2025 എന്ന് പറയുന്നത് ജൂബിലി വർഷമാണ്. എല്ലാ 25 അല്ലെ 50 വർഷങ്ങൾ കൂടുമ്പോൾ പരിശുദ്ധ സഭയിൽ ജൂബിലി ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജൂബിലിയുടെ വലിയ സമ്മാനമായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിക്കുന്നതിന് കാരണമൊന്നുമില്ല, പക്ഷേ അവൻ്റെ വിളി ഏറ്റവും യോഗ്യമാണ്, അത് കൃത്യതയുള്ളതാണ്. ഇസ്രായേലിലെ അല്ലെങ്കിൽ ബെത്ലഹേമിലെ നസ്രസിൽ ധാരാളം പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ദൈവം കനിഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ട മാലാഖയെ അയച്ചത് ആ നസ്രസിലെ ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ അടുക്കിലേക്കാണ്, ഒരു ബാലികയുടെ അടുക്കിലേക്കാണ്. മറിയം, അവളാണ് ദൈവത്തെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. എനിക്കും നിങ്ങൾക്കും കാണാവുന്ന രീതിയിൽ, മനസ്സിലാക്കാവുന്ന രീതിയിൽ ചരിത്രത്തിൽ അവതീർണനാകുവാനായിട്ട് ദൈവം നിയോഗിച്ച പരിശുദ്ധയായ ദൈവമാതാവ്, ആ അമ്മ നമുക്ക് നൽകുന്ന അനുഗ്രഹമാണല്ലോ ഈ കൂട്ടായ്മ. ഇതുപോലെ തന്നെ ഈ ലോകത്തിന് യേശു തമ്പുരാനെ നൽകുവാനായിട്ട് ദൈവം നിയോഗിക്കുന്ന ഒരു പ്രിയപ്പെട്ട മകനാണ്. നമ്മുടെ ഇടവക ദൈവാലയത്തിൻ്റെ ദൈവവിളി അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പ്രിയപ്പെട്ട തോമസച്ചൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പെരുമ്പ്രാലച്ചൻ നമ്മളോടുകൂടി ആയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ക്ലേശങ്ങളുടെ നടുവിലും. പ്രിയപ്പെട്ട വർഗീസ് മണലേലച്ചൻ, ഞങ്ങളെല്ലാവരുടെയും പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ, ഇവിടെ നമ്മോട് കൂടി ഇന്ന് സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട മാത്യു മണലേലച്ചൻ ദൈവസന്നിധിയിൽ ആയിരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രസാദച്ചൻ നമ്മളുടെ ബഥനി സന്യാസ സമൂഹത്തിൻ്റെ വലിയ ശുശ്രൂഷകളിലായിരുന്ന് നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ, അദ്ദേഹം തൻ്റെ പഠനമൊക്കെ പൂർത്തീകരിച്ച് വീണ്ടും ഇവിടേക്ക് കടന്നു വന്ന് തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഈ പ്രോവിൻസിൻ്റെ അധ്യക്ഷയായിരുന്ന പ്രിയപ്പെട്ട മദർ ലില്ലി ജോസ്, അതുപോലെ തന്നെ മെഡിക്കൽ ഡോക്ടറായി നമ്മുടെ ഇടയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സംപ്രീത,
ഈ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ 90 വർഷത്തിൻ്റെ ചരിത്രം നമ്മൾ അയവിറക്കുമ്പോൾ ദൈവം ഈ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത മക്കളാണ്. എനിക്കും ഈ ഇടവകയോട് മെത്രാൻ എന്നുള്ള തലത്തിൽ അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മകൻ എന്നുള്ള തലത്തിൽ എൻ്റെ ആദ്യ കുർബാന ഞാൻ ഇവിടെയാണ് സ്വീകരിച്ചത്. എൻ്റെ പഠനം മുഴുവൻ പൂർത്തിയാക്കുന്ന സമയങ്ങളിൽ എല്ലാ ഇടവേളകളിലും പ്രത്യേകിച്ചും അവധിക്കാലങ്ങളിൽ ഞാൻ ഈ ദേവാലയത്തിലാണ് കടന്നു വന്ന് എൻ്റെ ആത്മീയമായ പരിപോഷണം നിർവഹിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മാമോദീസ സമയത്ത് എന്നോട് അന്ന് കൂടെ ഇരുന്ന പ്രിയപ്പെട്ട വർഗീസച്ചൻ ഇവിടെ ഉള്ളത് എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ ഇടവകയോടുള്ള എൻ്റെ സ്നേഹബന്ധം, അപ്പം ഞാനും മെത്രാനെന്നുള്ള തലത്തിൽ അപ്പുറമായിട്ട് ഈ ഇടവകയോടുള്ള എൻ്റെ ബന്ധവും സ്നേഹവും വളരെയധികമാണ്. സ്നേഹമുള്ളവരെയും ഒരു വൈദികനെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവവും ദൈവീകതയും ഇകഴ്ത്തപ്പെടുകയും അവമതിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു ചെറുപ്പക്കാരൻ, പ്രിയപ്പെട്ട അച്ഛൻ, നിങ്ങൾക്കറിയില്ലായിരിക്കും, നമ്മുടെ സെമിനറിയിലെ മേജർ സെമിനറിയിലെ 3ാം റാങ്ക് വാങ്ങിയ പ്രിയപ്പെട്ട മകനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബുദ്ധിവൈഭവത്തിൽ വളരെ അനുഗ്രഹീതനാണ് എന്നുള്ളതാണ്. തനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളാകാമായിരുന്നു, തൻ്റെ സഹോദരനെ പോലെ മെഡിക്കൽ വിദ്യാഭ്യാസമോ അല്ലെ അതിലപ്പുറമോ എനിക്കറിയില്ല. പക്ഷേ ഈ കുഞ്ഞ് ആഗ്രഹിച്ചത് യേശു തമ്പുരാന് വേണ്ടി എൻ്റെ ജീവിതം കൊടുക്കണം എന്നുള്ളതാണ്. ഈ സമർപ്പണമാണ് നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വലിയ സന്തോഷത്തോടുകൂടി അയവിറക്കുന്നതും ഓർമ്മിക്കുന്നതും. ലോകത്തിലെല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ ആ രൂപവും ഭാവവും പേറുന്ന ഇല്ലായ്മക്കാരെയും അശരണരെയും അവമതിക്കപ്പെടുന്നവരെയും പാർശ്വങ്ങളിലേക്ക് തള്ളിയിടുന്നവരെയും ചേർത്ത് നിർത്തുവാൻ ഇതാ ഒരു പ്രിയപ്പെട്ട മകൻ നമ്മുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോടെല്ലാവരോടുമുള്ള ഒരപേക്ഷ ഇതാണ്. നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ നിങ്ങളേറ്റവും സ്നേഹത്തോടുകൂടി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കണം. നമുക്കറിയാം, പാല് മോശമായാൽ ഏറ്റവും വലിയ ദുർഗന്ധമാകുന്നു, അല്ലേ? ഏറ്റവും നല്ല കാര്യങ്ങൾ മോശമായാൽ അതാണ് ഏറ്റവും വലിയ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. നിങ്ങളിലും എന്നിലും ഒക്കെയുള്ള എല്ലാ കുറവുകളും എല്ലാ വൈദിക സഹോദരങ്ങളിലും ഉണ്ട്. അവർ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറക്കപ്പെട്ടു വന്ന മാലാഖമാരല്ല, പച്ചയായ മനുഷ്യരാണ്. എന്നാൽ അതിനെ മുഴുവനായിട്ടും കാസായിൽ കലർത്തി യേശു തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി സർവ്വതിനെയും ത്യജിക്കുവാനായിട്ട് സാധിക്കുന്ന ആ വലിയ മനസ്സിൻ്റെ ബലം, ശക്തി, ആത്മീയമായ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം, അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് 3ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട പൗലോസ് എന്താണ് തൻ്റെ ജനത്തോട് പറഞ്ഞത്? എന്താണ് തൻ്റെ ജനത്തോട് പറഞ്ഞത്? 3ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടവനായ വിശുദ്ധ പൗലോസ് അദ്ദേഹം പറയുകയാണ്, എൻ്റെ നാവ് തുറക്കുമ്പോൾ വചനം എനിക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ നാവ് തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം പറയുവാൻ ഈ മേശയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ മേശയാണ്, നിങ്ങൾക്കതിനേക്കാൾ കൃപയുടെ മേശയാണ്. ഇവിടെ നിന്ന്, ഈ അൾത്താരയിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്ന വചസ്സുകൾ മാത്രം സംസാരിക്കുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടായാലും അതിനെല്ലാം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഈ അൾത്താരെ കെട്ടിപ്പിടിച്ച് ജീവിതം സന്തോഷമാകുന്നുവെന്ന് ഏറ്റുപറയുന്ന അനുഗ്രഹം, അതെ,
എനിക്ക് നിങ്ങളോട് അതുകൊണ്ട് എല്ലാവരോടുമുള്ള ഒരു അപേക്ഷ ഇതാണ്. നമ്മുടെ സമൂഹത്തിൽ ദൈവവിളി വർദ്ധിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ മക്കൾ വേണം. അതോടൊപ്പം തന്നെ ദൈവീക കാര്യങ്ങളിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കണം. മക്കളോട് പറയണം, മക്കളെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. ഇതുപോലൊരു സൗഭാഗ്യം വേറെ എവിടെയാണുള്ളത്? നമുക്ക് വേണ്ടി തന്നെ 24 മണിക്കൂറും ഇവിടെയുള്ള ഒരു വൈദികൻ. എത്ര വലിയൊരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ അനുഗ്രഹിക്കുവാൻ, വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകൾ. മക്കളെല്ലാവരും അതുകൊണ്ട് ഒരു നല്ല സന്യാസിനിയാകാൻ, ഒരു നല്ല സന്യാസിയാവാൻ, ഒരു നല്ല വൈദികനാകാൻ മക്കൾ ആഗ്രഹിക്കണം. അപ്പോൾ നമ്മളുടെ വൈദികരെ നമുക്ക് സ്നേഹിക്കാം, ആദരിക്കാം. എല്ലാ നന്മകളും അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഇടവകയുടെ ഐശ്വര്യം തീർച്ചയായിട്ടും ആ ഇടവകയിലെ വൈദികൻ്റെ വിശുദ്ധിയാണ്. ആ വൈദികൻ്റെ വിശുദ്ധി അദ്ദേഹം പോലും അറിയാതെ അതിങ്ങനെ ഒഴുകി 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 എല്ലാ കുടുംബങ്ങളിലേക്കും അത് വ്യാപിക്കും. അതിന് നമ്മളുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛനെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് എന്നെനിക്കറിയാം. കുടുംബപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സമ്മാനം, ആദ്യത്തെ സമ്മാനം, അത് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. നിങ്ങളെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ വായി തുറക്കുമ്പോൾ വചനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ഞങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ കൈ ഉയർത്തി അനുഗ്രഹിക്കുമ്പോൾ കൃപകൾ ഒഴുകുവാൻ, സൗഖ്യമുണ്ടാകുവാൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധിക്കുന്ന രീതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ ഇതിനെല്ലാം അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. ഇനി പ്രവർത്തിച്ചാൽ മതിയാവും. നമുക്കതുകൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട മകനിൽ നിന്ന് നമുക്ക് ആഗ്രഹിക്കാനുള്ള ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ ഈ കുഞ്ഞ് അദ്ദേഹം അനുഗ്രഹിക്കുമ്പോൾ, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വചനം പറയുമ്പോൾ നീ ഇടപെടണമേ, നീ ഉണ്ടായിരിക്കണമേ, എല്ലാവർക്കും സമാധാനമായിരിക്കണമേ എന്ന്. തീർച്ചയായിട്ടും അത് സാധ്യമാവും. നമുക്കെല്ലാവർക്കും ദൈവം കൃപകളും സമൃദ്ധമായ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമാഗതമാകുന്ന പുതുവത്സരത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളും കൂടി നിങ്ങൾക്ക് ഏവർക്കും നേർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ പ്രിയപ്പെട്ട കൊച്ചച്ഛന് അനുഗ്രഹാശിസ്സുകൾ, കൃപകൾ നിറഞ്ഞ് ഞാൻ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛന്, നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ ഇടവക മക്കൾ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ നിസ്സീമമാണ്. മക്കൾ ഇനിയും വളരുക, ഇനിയും വളരുക. ദൈവം അനുഗ്രഹിക്കും.